ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അൻസി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് ജാനുവരി 2 അപ്പോൾ ഇത് ജാനുവരി 2. അപ്പോൾ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. ഇന്ന് എഴുന്നേറ്റ് തന്നെ നല്ല ലേറ്റായി. ഇന്നലെ ഭയങ്കര പ്രൊഡക്റ്റീവ് ആക്കിയതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ കുറച്ച് എഴുന്നേറ്റ് തന്നെ നല്ല ലേറ്റ് എന്ന് വെച്ചാൽ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങി ഉമ്മയാട് തുണിയൊക്കെ കഴുകി വന്നു. പിന്നെ ഉമ്മ എണ്ണയൊക്കെ വെച്ചത് എൻ്റെ മുടി ഇപ്പോൾ പപ്പിച്ച് കിടപ്പുണ്ട്. എണ്ണയൊക്കെ വെച്ചിട്ട് എണ്ണയൊക്കെ വെച്ചു. എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇപ്പോൾ സമയം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ പ്രൊജക്റ്റ് നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തിയെന്ന് പറയാൻ പറ്റില്ല, പകുതിക്ക് വെച്ച് നിർത്തിയേക്കാണ്. അപ്പോൾ ആ പ്രൊജക്റ്റ് ചെയ്യണം. പിന്നെ ഒരേപോലെ തന്നെ 2 എണ്ണം നമ്മൾ ചെയ്യണമല്ലോ, സയൻസ് ആറായിട്ടും ചെയ്യണം. അപ്പോൾ ആദ്യം ഇതുവരെ ഞാൻ ചെയ്ത് വന്നതെന്ന് വെച്ചാൽ ഒരു വ്യത്യാസമില്ല, കളർ കോഡൊക്കെ സെയിം ആയിട്ടാണ് ചെയ്തത്. പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടും കോപ്പി പേസ്റ്റ് പോലെ പിന്നെ ഒരു രസം കാണും. പിന്നെ ചെടിയിടണ്ടാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ്, ഇനിയിപ്പോൾ ഞാൻ നോക്കിയിട്ട് വലിയ ഡിഫറൻസ് ഒന്നും വരുത്താൻ വകയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഫ്ലവേഴ്സ് എല്ലാം സെയിമാണ്. അപ്പോൾ അവർ ക്വസ്റ്റ്യൻ ഏകദേശം സെയിം ആയതുകൊണ്ട് വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യാൻ എവിടെയെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. ഫ്രണ്ടിലൊക്കെ വയ്ക്കുന്ന ഫ്ലവേഴ്സിൽ നമുക്ക് കുറച്ച് ഡിഫറൻസ് കളറൊക്കെ ഡിഫറൻസ് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ റിബൺ കെട്ടുന്നതിന് ഡിഫറെൻറ്റ് കളേഴ്സ് വെട്ടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഒക്കെ വരുത്താം. പിന്നെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോ കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ ചെയ്ത് വെച്ചത്. കണ്ടോ, സെയിം പാറ്റേൺ സെയിം കളർ കേട്ടോ ഞാൻ ചെയ്ത. ഒരു ഡിഫറൻസ് പോലും 2 പേർക്ക് ഞാൻ വരുത്തിയിട്ടില്ല. ഒരു പേപ്പർ ഞാൻ ഓരോരോ പേപ്പർ അങ്ങനെ ചെയ്തു പോട്ടെ. എല്ലാം സെയിമാണ്. 2 ഇംഗ്ലീഷിൽ നിന്ന് എഴുതിയ പേപ്പർ, 2 മാത്സിൻ്റെ ഗ്രാഫ് വരച്ച പേപ്പർ, പിന്നെ 2 മാത്സ് എന്ന് എഴുതിയ പേപ്പർ, പിന്നെ 2 ആർട്ട് ഇൻറ്റഗ്രേറ്റഡ് പ്രൊജക്റ്റ് എന്ന് എഴുതി. അതിൽ പിന്നെ ആകെ വ്യത്യാസം വന്നതെന്ന് വെച്ചാൽ അവരുടെ പേരുകൾ മാത്രമാണ് കേട്ടോ. മുഹമ്മദ് സയാനും സഹറ ഫാത്തിമ പേരുകൾ മാത്രമാണ് ഡിഫറൻസ് വന്നത്. ബാക്കി എല്ലാം ഞാൻ അതുപോലെ ടച്ച് ചെയ്തത്. അപ്പം വയ്ക്കുന്ന പൂക്കളിലൊക്കെ എന്തെങ്കിലും ഡിഫറൻസ് വരുത്താൻ നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ. കുറേ ഉണ്ട് കേട്ടോ. ഇത് ചെയ്ത് വെച്ചത് ഒരു കവറിലും, പിന്നെ എല്ലാ ബോണ്ട് പേപ്പറും കൂടെ ഒരു കവറിലും, പിന്നെ കളർ പേപ്പേഴ്സ് എല്ലാം കൂടെ ഒരു കവറിലും ഇങ്ങനെ ആക്കി വെച്ചിട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ വേണ്ട 2 ബോണ്ട് ഷീറ്റ് ഇങ്ങനെ ബോർഡർ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ നടുവേനയൊക്കെ എടുത്ത് വെച്ചത്. അപ്പോൾ ഞാൻ എന്തായാലും ആ ബോർഡറും കംപ്ലീറ്റ് ചെയ്ത് ബാക്കിയുള്ള എല്ലാം ചെയ്യാവേ. ഫോൺ എങ്ങനെ സെറ്റ് ചെയ്യുമെന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം. എനിക്ക് പിന്നെ ഇങ്ങനെ വരയും കുറിയും പൂക്കൾ ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇരുന്ന് ഇങ്ങനെ ചെയ്യും കേട്ടോ. അതിപ്പോൾ പാലാകൊലം പിള്ളേരുടെ വർക്കല്ലേ, അപ്പോൾ നമ്മൾ വലിയ ഡെഡിക്കേറ്റഡ് ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അവർക്ക് ജസ്റ്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ജസ്റ്റ് അവർ പറയുന്നത് ചെയ്താൽ മതി. പക്ഷേ എനിക്ക് എന്തെങ്കിലും പ്രൊജക്റ്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണം കേട്ടോ. അതായിരുന്നു എൻ്റെ അവിടുത്തെ പിള്ളേരെല്ലാം ചോദിക്കുമായിരുന്നു, ഞാൻ എന്തിനാണ് ഈ ഫയലൊക്കെ ഇത്രയും സ്കെച്ചൊക്കെ ഇട്ട് ബോർഡറൊക്കെ ഇട്ട് വരുമ്പോഴേക്കും ടൈം പോയില്ലേന്ന്. കാരണം അവരൊക്കെ പെൻസിലൊക്കെ ബോർഡർ ചെയ്താൽ ഞാൻ സ്കെച്ചൊക്കെ ഇട്ട് ബോർഡറൊക്കെ ഇട്ട് ഞാൻ ഭയങ്കര ഫിനിഷിങ്ങിലായിരിക്കും എല്ലാവർക്കും ചെയ്യുന്നത്. പിന്നെ എനിക്ക് മാതിരി ക്രാഫ്റ്റ് ഐറ്റംസിനോട് ഭയങ്കര താല്പര്യമായതുകൊണ്ട് തന്നെ ഞാൻ ഇരുന്ന് ചെയ്തോളും. എനിക്ക് അങ്ങനെ ഒരു മടിയില്ല. പക്ഷെ കുറേ എഴുതുന്ന കാര്യത്തിൽ ഞാനിപ്പോൾ കുറേ അധികം ഞാൻ എഴുത്ത് വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വൈറ്റ് ബോർഡറൊക്കെ ഇട്ട് വെച്ചു. നമുക്ക് വേണ്ട ആദ്യത്തെ 4 ഇതൊന്നുമല്ല കേട്ടോ വേണ്ട, പക്ഷെ ആദ്യം ഇപ്പം തൽക്കാലത്തേക്ക് വേണ്ട 4 വൈറ്റ് പേപ്പർ ഞാൻ ബോർഡർ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പം 4 വൈറ്റ് പേപ്പർ ഞാനിങ്ങനെ ബോർഡർ ഇട്ടെടുത്തു. സോ ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത് നമുക്ക് എഴുതാട്ടെ. ഇപ്പം നമുക്ക് പിക്ചർ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിക്കുന്ന പിക്ചറിന് വേണ്ടി സ്പേസ് വിട്ടിട്ട് നമുക്ക് എഴുതാനുള്ളത് എഴുതാമെന്നാണ് കേട്ടോ ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും എഴുതി തുടങ്ങാം. അപ്പം ഞാൻ പിക്ചർ എത്ര വലുപ്പത്തിൽ വരുന്നിടത്തില്ല, ഞാൻ എന്തായാലും ഒരു ഏകദേശം ഐഡിയയിൽ ഞാൻ എഡിറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് ഒരു ഷീറ്റിനകത്ത് 9 പിക്ചർ വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പോർഷൻ മതിയായിരിക്കും നമുക്ക് പിക്ചർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി നമുക്ക് എഴുതാനുള്ളതൊക്കെ ഇപ്പോൾ എഴുതാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും എഴുതട്ടെ. അപ്പോൾ ഗൈസിനെ ഞാൻ ഒരാൾക്കുള്ളതിൻ്റെ അത് കേരളത്തിലെ ഫ്ലവേഴ്സ് ഇംഗ്ലീഷിലുള്ളത് ഒരാളുടെ എഴുതി തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഫ്ലവേഴ്സ് ജാസ്മിന്, റോസ്, ലോട്ടസ്, സൺഫ്ലവർ, ഇത് 4 എടുത്തേക്കുന്നത്. അത് 4 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോർഡർ കളേഴ്സും പിന്നെ ഇതിൻ്റെ ഓർഡർ നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് അടുത്ത ആളുടെ എഴുതാം. അടുത്ത ആളുടെ ഞാൻ എഴുതാൻ വിചാരിക്കുന്നത് ഫസ്റ്റ് പേപ്പറിൽ ജാസ്മിനും ലോട്ടസും വന്നിട്ട് സെക്കൻഡ് പേപ്പറിൽ റോസും സൺഫ്ലവറും വെക്കാമെന്നുണ്ട്. പിന്നെ ഈ ബോർഡർ കളേഴ്സ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സോ ആ ഡിഫറൻസ് നമുക്ക് വരുത്താം കേട്ടോ.
പിന്നെ എനിക്കിത് ചെയ്തപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പോർഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം അതിനകത്താണ് നമ്മൾ കുറേ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതൊക്കെ. ഈ ഒരു പോർഷനൊക്കെ എന്ന് വെച്ചാൽ കൂടുതലും എഴുത്താട്ടോ. ഈ ഒരു പോർഷൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്ത കേട്ടോ. അല്ലാണ്ട് എനിക്ക് ഇഷ്ടമേ അല്ല ഈ എഴുതുന്നത്. ഇപ്പോൾ വന്നത് കണ്ടില്ല, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടാലേ അറിയാം. എൻ്റെ ശരിക്കുള്ള ഹാൻഡ് റൈറ്റിംഗ് ഇതല്ല. കാരണം ഞാൻ നല്ല എനിക്ക് മൂഡ് തോന്നി ഞാൻ നല്ല ഇതായിട്ട് എഴുതുകയാണെങ്കിൽ എനിക്ക് ഈ സ്കെച്ചും പോരാ. എനിക്ക് സ്കെച്ചും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ നീഡിൽ ഭയങ്കര കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിക്കായിട്ടുള്ള ഇതായിരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങും അതൊക്കെ മോശമായിട്ടാട്ടോ വരുന്നത്. ഇതല്ല എൻ്റെ ഒറിജിനൽ ഹാൻഡ് റൈറ്റിങ്. അപ്പം ഞാൻ അങ്ങനെ കുറേയൊക്കെ എഴുതി കൊടുത്തിട്ട്, അപ്പോൾ ഹിന്ദിയൊക്കെ വന്ന സമയത്ത് സ്കെച്ചൊക്കെ തീർന്നിട്ട് ഞാൻ പിന്നെ അവസാനം ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ടാട്ടോ എഴുതി. അപ്പോൾ ഞാൻ വിചാരിച്ചു തുടക്കത്തിൽ ബ്ലാക്ക് പെൻ മതിയായിരുന്നു. കാരണം സ്കെച്ചിനെക്കാട്ടിലും കുറച്ചും കൂടെ ഞാൻ നോക്കിയിട്ട് എൻ്റെ ഹാൻഡ് റൈറ്റിങ് ശരിയായത് പെന്നിൽ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റിലേ പെന്നിൽ എഴുതിയാൽ മതിയായിരുന്നു എന്ന്. പിന്നെ ഞാനതിൻ്റെ ബോർഡേഴ്സൊക്കെ ചെയ്ത് കൊടുത്തു. ഒരു രസം. അപ്പോൾ ഞാൻ പിന്നെ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ആക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ 2 പേരുടെയും ഇത് ഒരാളുടെ ചെയ്താൽ പോരല്ലോ. കേരളത്തിലെ ഫ്ലവേഴ്സ്, ഛത്തീസ്ഗഡിലെ ഫ്ലവേഴ്സ്, ഡിഫറൻസ്, ഇംഗ്ലീഷ്, മലയാളം, EVS, ഹിന്ദി, മാത്സ്, ഈ 5 സബ്ജക്റ്റിൽ വേണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അടുത്ത ആളുടെയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ലൈൻസൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ അത് 2 ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ മലയാളവും എല്ലാം കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ ഞാൻ മലയാളവും ഹിന്ദിയും ഒക്കെ ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ ഒരു പകുതി വരെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒടിഞ്ഞു കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ എത്രയായിന്നറിയോ? എനിക്ക് നല്ല ഉറക്കം വന്നത് വരെ ഞാൻ ചെയ്യാമെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കിതിനൊന്നും മൂഡ് കാണത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സമയം ഇപ്പോൾ 1:02 AM കേട്ടോ. AM ആണ്. 1:02 AM ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഉറങ്ങാമെന്ന്. അങ്ങനെ എല്ലാം വെച്ചിട്ട് മറുകിടന്ന് ഉറങ്ങി. പകുതി അത് തീർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും 1 മണിയായിട്ടോ കിടന്ന് ഉറങ്ങിയപ്പോൾ. കാരണം ഇത് കോപ്പി പേസ്റ്റ് പോലെ 2 പേർക്കും ചെയ്യേണ്ടേ. പിന്നെ ഞാൻ സ്കെച്ചസ് ഓർഡറൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടോ. കാരണം ടീച്ചർമാർക്ക് എന്ന് തോന്നത്തില്ല ഇതെന്തിങ്ങനെ ഒരു പോലെ. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ കൈ വയ്യാട്ടോ. ഭയങ്കര എനിക്കെന്നറിയില്ല, മേലൊക്കെ ഭയങ്കരമായിട്ട് കിഴക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എനിക്കറിയില്ല ന്യൂ ഇയർ ആയിട്ട് ചെയ്തത്. ഇന്നലെ ഫുള്ള് ഫ്ലോപ്പൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. രാവിലെ എത്ര പണിയെടുത്തില്ലെങ്കിലും വൈകിട്ട് ഈ വർക്കാണെങ്കിൽ തന്നെ ഞാൻ നന്നായിട്ട് ഇരുന്ന് പണിയെടുത്തായിരുന്നു ഈ വർക്കിൽ കേട്ടോ. അല്ലാണ്ട് വീട്ടിൽ വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് എനിക്കറിയത്തില്ല കേട്ടോ, അത്രയും പെർഫെക്റ്റ് ഒന്നും ആയില്ല. പക്ഷേ ഞാൻ പ്രൗഡാണ്. ബിക്കോസ് ഞാൻ ഈ വീട്ടിൽ ഒരു പണി എന്നല്ല, എന്നാലും ഇപ്പോൾ വന്നതിന് ശേഷം ഞാൻ ഹൈദരാബാദ് പോകുന്നതിന് മുമ്പൊക്കെ അത്യാവശ്യം ജോലിയൊക്കെ എടുക്കും. എന്നാലും പാചകത്തിൽ ഞാൻ വലുതായിട്ട് എനിക്കിപ്പോൾ എന്തെങ്കിലും നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി ഓരോ റെസിപ്പീസ്, കേക്ക്, പുഡിങ്, അങ്ങനെയുള്ള റെസിപ്പീസ്, അങ്ങനെ ലൈഫ് സ്നാക്സ് ട്രൈ ചെയ്ത് അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഡെയിലി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മീൻകറി കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. തോരനൊക്കെ ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് വിശന്നിട്ട് വേണമെന്ന് തോന്നില്ല. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കും. ചിലപ്പോൾ ശരിയാവാറുണ്ട്, ചിലപ്പോൾ ശരിയാവാതെ ഇരുന്നിട്ടുമുണ്ട്. അപ്പം മീൻ കറി എന്നൊക്കെ പറയുന്ന സാധനം ഞാൻ എൻ്റെ ലൈഫിൽ വെച്ച് നോക്കിയിട്ടില്ല. ഒരു വട്ടം പോലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാനിപ്പോൾ മറ്റേ യൂട്യൂബ് ചാനൽ, അതായത് നമ്മുടെ എൻ്റെ പഴയ ചാനലുണ്ടല്ലോ NCS വ്ളോഗിലൊക്കെ ആണെങ്കിൽ തന്നെയും ഞാൻ റെസിപ്പീസ് കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ഇളക്ക പരിപാടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ. അല്ലെങ്കിൽ ഉമ്മ എൻ്റെ അടുത്ത് അടുത്ത് നിന്ന് പറയും ഇത്ര സ്പൂണിട് ഇത്ര സ്പൂണിട്. അങ്ങനെ അല്ലാണ്ട് ആരുടെയും ഹെൽപ്പില്ലാണ്ട് ഞാൻ മീൻകറി ഒന്നും വെച്ച് നോക്കിയിട്ടേ ഇല്ല. ഒരു ട്രൈ എന്നുള്ള രീതിയിൽ പോലും ഞാൻ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ മീൻകറിയൊന്നും. ഞാനിന്ന് ഒറ്റയ്ക്ക് മീൻകറി വെച്ചു, പയറുകറി വെച്ചു, മീൻ വറുത്തു. പിന്നെ പറയാനായിട്ടില്ല, എന്നാലും ഡബിൾ ഉള്ളിക്ക ചമ്മന്തി ഉണ്ടാക്കി. അതെന്താ സംഭവം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും കേട്ടോ. നമ്മൾ യൂട്യൂബിൽ കാണത്തില്ലേ ഉപ്പിലിട്ട ഡബിൾ ഉള്ളിയും കൊച്ചുള്ളിയും എല്ലാം കൊണ്ട് ഇത്ര ചതയ്ക്കുന്നത് അത്. പിന്നെ കാന്താരിമുളക് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു അതിന്. എന്നാലും കുഴപ്പമില്ല. ഉപ്പിലിട്ട് ഡബിൾ ഉള്ളി കഴിക്കുന്ന കുറച്ച് കൊച്ചുള്ളിയും കടിക്കാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പക്ഷേ വാപ്പിക്കൊക്കെ ഇഷ്ടപ്പെട്ടു, വാപ്പിക്ക് അന്നമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നലത്തേൻ്റെ ബാക്കി നമുക്കിന്ന് ചെയ്യണമല്ലോ. പക്ഷേ ഞാൻ 2 ദിവസമായി കൊച്ചാട് അങ്ങോട്ടൊക്കെ പോയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അവിടോട്ടൊന്ന് പോകണം. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് കുളിക്കണം. രാവിലെ തൊട്ടിങ്ങനെ അടുക്കളയിലായതുകൊണ്ട്, കാരണം എല്ലാവരും ഒരു അരമണിക്കൂറിലല്ലേ 1 മണിക്കൂർ തീർക്കുമെങ്കിൽ ഞാനൊരു 2 മണിക്കൂർ എടുത്തു. കാരണം ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ വെച്ചത്. അല്ലാണ്ട് ഒറ്റയ്ക്ക് എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റത്തില്ല. യൂട്യൂബിൻ്റെ സഹായത്തോടെ കേട്ടോ വെച്ചത്. അല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല സഹായിക്കാൻ. പിന്നെ അൻവർ എനിക്ക് തോന്നുന്നു കുറച്ച് അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്തൊക്കെയോ ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ. പുളിയൊക്കെ വെള്ളത്തിലിട്ടത് അവനാ. പുളി വെള്ളത്തിലിട്ടു. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നുണ്ടായി. പിന്നെ അവന് ഫോൺ കളിക്കണമെന്നുള്ളതുകൊണ്ട് എല്ലാം ഒന്നും കവർ ചെയ്തെടുത്തു തന്നില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്തു തന്നു. പിന്നെ എന്തോ വെളുത്തുള്ളിയൊക്കെ പൊളിച്ചു തന്നു, എന്തൊക്കെ ചതച്ചൊക്കെ തന്നു. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹെൽപ്പുകൾ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവൻ എന്തൊക്കെയോ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഞാൻ എന്തായാലും, പക്ഷെ ഞാൻ ആദ്യമായിട്ടോ ഇത്രയും കറിയൊക്കെ ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരുമിച്ച് ചെയ്തെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചോറൊഴിച്ച് ഇന്നിവിടെ കഴിക്കാനുള്ള എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അടിച്ചു. പിന്നെ നമ്മുടെ വീടാണല്ലോ, എത്ര കൊള്ളായാലും നമ്മുടെ വീട്ടുകാരല്ലേ ഉള്ളൂ. അങ്ങനെ അയ്യോ സംസാരിച്ചുകൊണ്ട് എന്നെ സംസാരിക്കാൻ കൊള്ളത്തില്ല കേട്ടോ. 5 മിനിറ്റ് 4.5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് കുളിക്കട്ടെ. കുളിച്ചിട്ട് നമ്മുടെ കോപ്പി ഉണ്ടല്ലോ, നമ്മൾ ഫ്ലവേഴ്സിൻ്റെ പിക്ചർ കോപ്പി എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ വിചാരിച്ച കോയങ്കുളത്ത് എടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ സ്റ്റുഡിയോയിൽ പോയി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് പോകണം. അപ്പോൾ ഞാൻ എന്തായാലും ഓടിപ്പോയി കുളിച്ചിട്ടോട്ടെ. അതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് എന്നാ ചെയ്യാൻ പോവാം, നമുക്ക് കൊച്ചാടം കൊണ്ടുപോകാം. അതിനി പിന്നെ രാത്രി വന്നിരുന്ന് ചെയ്യാം കേട്ടോ. ഇനിയിപ്പം എന്ന് അപ്പോൾ ഗൈസ് ഞാൻ ഇന്നലെ വൈകുന്നേരം പോയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് കൊച്ചാടമൊക്കെ പോയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ. അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് പോയി നമ്മളിതുപോലെ കളർ കോപ്പി എടുത്തിട്ട് കളർ പ്രിൻ്റ് എടുത്ത് വന്നിട്ടുണ്ട്. കുറച്ച് നമുക്ക് അല്ലാണ്ട് സ്റ്റിക്കേഴ്സായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ കോപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ ഇന്ത്യൻ ഫ്ലവേഴ്സൊക്കെ നമുക്ക് സ്റ്റിക്കേഴ്സായിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒട്ടിക്കാം. ശരിക്കും ഞാൻ കുറച്ച് സ്പേസ് ആട്ടോ വിട്ടത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ അളവിന് ഇതൊന്ന് സെൻറ്റർ ചെയ്ത് വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചാട്ടോ. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് കുറച്ചും കൂടെ ചെറുതായിട്ട് മതിയെന്ന്. പക്ഷേ ഇതൊന്ന് ഒട്ടിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എടുത്ത് തന്നേട്ടോ ഇത്രയും വലുപ്പത്തിൽ. സോ ഇവിടെ ആയിരുന്നെങ്കിൽ സെറ്റായിരുന്നു, ഇവിടെ കറക്റ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ ഞാൻ കുറച്ചങ്ങനെ ചിലയിടങ്ങളിലൊക്കെ ഞാൻ കുറച്ച് സ്പേസസേ വിട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാനത് അതിൻ്റെ ഒരു സൈസിൽ വെട്ടിയിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ശരിക്കും മൂടില്ല, കാരണം എനിക്ക് വേറെ എടുക്കുന്നുണ്ട്. ബട്ട് എനിക്ക് ഇത് ചെയ്ത് തീർക്കണം എന്നൊരു മനോഭാവം, അങ്ങനെ ഞാൻ വിട്ടു കൊടുക്കില്ല എന്നൊരു ഭാഷയുള്ളതുകൊണ്ട് ഞാൻ ഇതിന് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പറ്റുന്നത്ര ഒതുക്കി തീർക്കണം. സോ ഇവിടെ നമുക്ക് മഹുവ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ മൊത്തത്തിൽ ചെയ്തെടുക്കട്ടെ. കുറേ ഉണ്ട് കേട്ടോ, മലയാളം ഇംഗ്ലീഷും ഹിന്ദിയും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, കേരളത്തിൻ്റെ ഛത്തീസ്ഗഡിൻ്റെ. അപ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെ ഒട്ടിച്ചു. അപ്പോൾ ഗായ്സ് നമ്മൾ ഒട്ടിക്കാനുള്ളതെല്ലാം ഒട്ടിച്ച് വരക്കി എടുത്തിട്ടുണ്ട്. ഫുൾ ഒട്ടിച്ചു കേട്ടോ, ഫുള്ളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. സോ നമ്മളൊരു കാര്യം മറന്നുപോയി, എവിടെയോ ഇടയ്ക്ക് 2 ട്യൂബ് റോസ് വേണമായിരുന്നു. സോ നമ്മൾ ട്യൂബ് റോസ് 2 എണ്ണം കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും 4 എണ്ണം വേണമായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോൾ 2 എണ്ണമായിട്ട് കോപ്പി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ബോണ്ട് പേപ്പറിൽ 2 എണ്ണം എടുക്കുമ്പോൾ തന്നെ 20 രൂപയാകും, നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അതെടുക്കണം ചെന്നായതിനെ തെറി വിളിക്കുകയും ചെയ്യും, ഒന്നും പറയില്ല എന്നാലും. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത കടമ്പയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ വിചാരിച്ച ട്യൂബ് റോസ് ചെറുതായിട്ടൊന്ന് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വരച്ച് കളർ ചെയ്ത് വെക്കാം അവിടെ. അപ്പോൾ ഗൈസ് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ട്യൂബ് റോസ് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ലാസ്റ്റ് നിവർത്തി. അപ്പോൾ നമ്മളതെല്ലാം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂവും കായൊക്കെ ഉണ്ടാക്കിയത് ഇതൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാനതെല്ലാം ഒട്ടിച്ച് അതിൻ്റെ പേരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് പൂവും കായും ഒക്കെ ഉണ്ടാക്കി തുടങ്ങും. അപ്പോൾ ഈ റൂമിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. നമ്മൾ തൂത്ത് വരണം, രാത്രി കണ്ട് ഞാൻ പതുക്കെ സംസാരിക്കും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഗൈസ് നമുക്ക് വേണ്ട അളവിനുള്ള പേപ്പേഴ്സ് ഇതേ കുറേ നമ്മൾ വേണ്ട അളവിനുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് ഒരു സൈസിലെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അടുത്ത സൈസിലെ ഫ്ലവർ ഉണ്ടാക്കാം. ഇതിപ്പോൾ 4 എണ്ണം വേണമായിരുന്നു, 4 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത റെഡിയാക്കാം. അപ്പോൾ നെക്സ്റ്റ് 4 ഫ്ലവേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആദ്യത്തെ 4 ഫ്ലവേഴ്സ് ഞാൻ ഇരിക്കിയിട്ടുണ്ടായിരുന്നു. വ്യത്യസ്തമായിട്ട് നമ്മൾ വേറെ 4 ഫ്ലവേഴ്സ് വേറെ കളറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് അടുത്ത വേണ്ട 4 ഹാർട്ട് ഷേപ്പുകളും കൂടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പും വെട്ടിയെടുത്തിട്ടുണ്ട്. 2 കളറിൽ 2 എണ്ണം വെച്ച് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും മണ്ടയ്ക്ക് വെക്കാനുള്ള 2 ഫ്ലവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുഞ്ഞി പൂവും കൂടെ ചെയ്യാനുണ്ട്. ബാക്കിയെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പണി തീരും. സമയം ഇപ്പം ഏകദേശം ഇത് ഇങ്ങനെ കുത്തിയിരുന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്ക് മൂഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി ഇരുന്ന് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ 3:25 സമയം. അപ്പോൾ നമുക്ക് ആ ഒരു പൂവും കൂടെ ചെയ്ത് 4 മണിയോടുകൂടെ കിടക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് വേണ്ട ഫ്ലവേഴ്സൊക്കെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കിടക്കാം. സമയം എത്രയായി നോക്കാം. 3:40 അപ്പോൾ നമുക്കെല്ലാം എടുത്ത് വെച്ചിട്ട് കിടക്കാം. ഇതാണ് റൂമിൻ്റെ കോലം. നാളെ ഇത് വൃത്തിയാക്കണം. നേരത്തെ നമ്മളിതാണ്ട് ഇന്നലത്തേൻ്റെ ബാക്കി ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം പറക്കി കൊച്ചാടങ്ങ് വന്നിട്ട് അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ ഒന്ന് എഴുതി വെച്ച് നമ്മളെ ഹെഡിങ്സ് ഒക്കെ എഴുതാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഇപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ലവും ഫ്ലവറും ചെറിയ ഫ്ലവേഴ്സൊക്കെ ഒട്ടിക്കാൻ തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ക്യാമറ മാനേജ് ചെയ്യാൻ പറ്റാത്തത് ഞാൻ വിചാരിച്ചു ചെയ്തിട്ട് കാണിക്കാം.
അവിടെ പോയാൽ പിന്നെ ഓൺ വോയിസ് എടുപ്പ് കുറച്ച് കഠിനകരമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അലപ്പായിരിക്കും. കാരണം പിള്ളേരും എല്ലാവരും കിടന്നിട്ട് നമ്മൾ എത്ര പിള്ളേരിക്കാൻ പറഞ്ഞാലും കുഞ്ഞു പിള്ളേരല്ലേ, അപ്പോൾ അവർ കേൾക്കത്തില്ല. അപ്പോൾ നമ്മളതുകൊണ്ട് അവിടെ ഇവിടെയും നിശബ്ദത ഇല്ല, അതിനേക്കാട്ടിലും അപ്പുറമാണ് കേട്ടോ അവിടെ. അതുകൊണ്ട് അവിടെ ഈ ഓൺ വോയിസ് എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. ഇപ്പോൾ ആരും ഇല്ലാന്ന് തോന്നുന്നു, ഇപ്പോൾ ആച്ചി മാത്രമേ ഉള്ളൂ. അവനൊന്നും ഞാൻ അവിടെ നിന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ അവനായിട്ട് വർത്താനം പറഞ്ഞിട്ട് അത് ബാക്കി ചെയ്ത് തീർക്കും കേട്ടോ. കുറേ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാം എഴുതി കഴിഞ്ഞ് നോക്കിയപ്പോഴാട്ടോ ഒട്ടിക്കാൻ പശയില്ല. പിന്നെ ഞാൻ അതിൻ്റെ ഓർഡറിലൊക്കെ ആക്കി വെച്ചിട്ട് വീട്ടിൽ പോയിട്ടാട്ടോ ബാക്കി ചെയ്യുന്നത്. ഗൈസ്, എനിക്ക് പറ്റിയ മെയിൻ ഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പശ എടുക്കാൻ മറന്നുപോയി. വീഡിയോ എടുക്കും. പശ എടുക്കാൻ മറന്നുപോയി. ബാക്കി എല്ലാം ഞാൻ എടുത്തിട്ട് വന്നു, സിസർ ഉൾപ്പെടെ ഞാൻ എടുത്തിട്ട് വന്നു. പക്ഷെ ഞാൻ പശ എടുക്കാൻ മറന്നു. അപ്പോൾ എൻ്റെ പൂവൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തെല്ലാം ഞാൻ കഷ്ടപ്പെട്ടിരുന്നുണ്ടാക്കിയ റോസാപ്പൂ വയലറ്റ് കളറിലോട്ടോ ഉണ്ടാക്കിയേ. അപ്പോൾ നമ്മൾ ദാണ്ട് ഇതൊക്കെ എല്ലാം കഴിഞ്ഞു ഗൈസ്. വെട്ടം കിട്ടുന്നില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞു. പക്ഷെ ഞാൻ പശ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എല്ലാം എവിടേക്കാണ് വേണ്ടത്, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഒട്ടിച്ച് വിറക്കിയിട്ട് പിന്നെ അവിടെ ഇവിടെ എന്തൊക്കെ എഴുതാനൊക്കെ ഉണ്ട്. അത് ഒട്ടിക്കാണ്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ എഴുതി കഴിഞ്ഞാൽ കുളമാവും. അപ്പോൾ അതിനെ വെച്ച് ഇനിയിപ്പോൾ എനിക്ക് വീട്ടിൽ ഇപ്പോൾ പശ എടുത്തിട്ട് വരാനൊന്നും വയ്യ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് രാത്രി എങ്ങാനും ചെയ്യും. ഇപ്പോൾ ഞാൻ വീട്ടിൽ പോകുന്നത് രാത്രിയേ നടക്കത്തുള്ളൂ. അതിന് ഉമ്മ വന്നിട്ട് ഇനി പോകത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ അപ്പോഴെങ്ങാനും ചെയ്യാമെന്ന്. സോ ഇപ്പോൾ നമ്മുടെ ഇത്രയും ഞാൻ ചെയ്ത് നിർത്തിയിട്ട്, അപ്പോൾ ഈ വീഡിയോ എനിക്കറിയില്ല, ഒരുപാട് ലെങ്തായി ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് എടുത്തു. കാരണം 3 ദിവസം കൊണ്ടും കണ്ടല്ലേ ഞാനിത് ചെയ്യുന്നത്. അപ്പം ലെങ്തായെന്നത് ഞാൻ ഇച്ചിരി എടുത്തിട്ടുള്ളൂ, എന്നാലും അറിയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഗൈസ്, നമ്മളപ്പോൾ അത് എല്ലാം റെഡിയാക്കി രണ്ടാക്കി തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ഒട്ടിക്കാനുള്ള പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു പേപ്പർ, ഈ മുകളിലത്തെ പേപ്പർ നമുക്ക് നമ്മുടെ ബൈൻഡിനകത്തുണ്ട്. നമ്മൾ ബൈൻഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് റെഡും ഒരാൾക്ക് ബ്ലൂവും ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ബൈൻഡിനകത്തേക്ക് ഇത് ഒട്ടിച്ച് കൊടുക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ സൂപ്പറായിട്ടില്ലേ? അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ബൈൻഡിനകത്തോട്ട് നമ്മളിത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബൈൻഡ് സെറ്റ് ചെയ്തേക്കുന്നത്. ഒരാൾക്ക് ബ്ലൂ കളറും ഒരാൾക്ക് റെഡ് കളറുമായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്കി പരിപാടി തുടങ്ങാം. ഓക്കെ, ഇതൊക്കെയാണ് മാറ്റി വയ്ക്കാം. നമുക്ക് ഒരാളുടെ സാധനങ്ങൾ മുഴുവൻ നമുക്കിങ്ങോട്ട് എടുക്കാം. ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരാൾക്കുള്ളത്. ഇനി നമുക്കിതിനകത്തെല്ലാം കറക്റ്റ് അളവ് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഹോൾ ഇടാനുള്ള അതാണ് കേട്ടോ മെയിൻ ടാസ്ക്. നമുക്കത് ചെയ്തെടുക്കാം. ഈ സപ്പതി നമ്മൾ റിബണൊക്കെ കെട്ടി നമ്മളിത് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. എല്ലാം നമ്മൾ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ. റിബണെല്ലാം കെട്ടിക്കൊടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് അപ്പോൾ അത് ഇങ്ങനെ കേട്ടോ വന്നിട്ടുള്ള ഒരാളുടെ. അപ്പോൾ ഞാൻ പേരൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ കറക്റ്റ് റെഡിയാക്കി എടുത്ത് കഴിഞ്ഞപ്പോൾ സയാൻ്റെ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. സോ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എഴുതാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ എഴുതാൻ നമുക്ക് എളുപ്പമല്ലേ, മറിച്ചങ്ങ് എഴുതിയാൽ മതിയല്ലോ. ഇനി നമ്മുടെ സഹറാടാണ് ഞാൻ ഇതെല്ലാം എടുത്തിട്ടേക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ സഹറാട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് നമ്മൾ വിരിക്കണം, അതിൻ്റെ ഹോൾ ഇടണം, അതാണ് മെയിൻ പരിപാടി. അപ്പോൾ നമുക്കതിടട്ട് അത് അപ്പോൾ അതേ നമ്മളങ്ങനെ 3 ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം 2 പേരുടെയും വർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. റിബണൊക്കെ ഇട്ട് കെട്ടി ഹോളൊക്കെ ഇട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല രസത്തിൽ തന്നെ ഞാൻ 2 പേരുടെയും ചെയ്തെടുത്തിട്ടുണ്ട്. കുറേയൊക്കെ ഡിഫറൻസ് വരുത്താൻ പറ്റി. അപ്പം ഇതിൻ്റെ ഫുള്ള് ഫിനിഷിങ് മൊത്തത്തിൽ എങ്ങനെയാണെന്ന് ഞാനൊരു ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേ പേർക്കൊക്കെ എന്തായാലും യൂസ്ഫുൾ ആകുമായിരിക്കും. ഇതുള്ള കുഞ്ഞുമക്കൾക്കൊക്കെ ചെയ്യേണ്ടവർക്ക് യൂസ്ഫുൾ ആകുമായിരിക്കും ഇങ്ങനൊരു വീഡിയോ. അപ്പോൾ ഞാനിതിൻ്റെ ഫുൾ വീഡിയോ ഷോർട്ടായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഹാർഡ് വർക്കിന് എല്ലാവരും ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബ് തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ.